ഞാനിവിടെ 2009 തൊട്ട് 2014 വരെ ലൈസൻഷ്യേറ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പള്ളിയിൽ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു കൗമാരക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സിസ്റ്റർ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് അല്ലേ? സിസ്റ്ററോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, സിസ്റ്റർ ഒഫൻസ് ആയിട്ടൊന്നും എടുക്കരുത്, പക്ഷെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്, അറിയാമെന്ന് പറഞ്ഞു. എന്താണ്, നിങ്ങളുടെ നാട്ടില് ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിങ്ങൾ എങ്ങനെയാണ് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കാൻ പറ്റുന്നത്? ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല അതൊരു കാര്യം. ഞാൻ മുണ്ടക്കയത്തു നിന്നാണ് വരുന്നത്. എന്റെ നാട്ടില് ഞാൻ പഠിച്ച സ്കൂളുകളില് ഉള്ള കൂട്ടുകാരൊന്നും ഒക്കെ പല മതങ്ങളിൽ നിന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അത് മറ്റൊരു മതത്തിൽ നിന്നുള്ള ആളാണെന്ന് ചിന്തിച്ചിട്ടില്ല. അവരൊക്കെ കൂട്ടുകാരായിരുന്നു എനിക്ക്. അപ്പം ഈ കുട്ടിയുടെ ചോദ്യം എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചു. അന്ന് തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനും വായിക്കാനും തുടങ്ങി. നോസ്ര എത്താത്തെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ഗവേഷണത്തിലേക്ക് എത്തിയത്. നമ്മുടെ ചെറുപ്പകാലത്തിൽ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ഒരു ഫോർമേഷന്റെ ആവശ്യമില്ലായിരുന്നു മതേതര സംവാദത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഈ വാക്കുകൾ പോലും നമ്മൾ നമ്മുടെ ഡയലോഗ് ഓഫ് ലൈഫും ആക്ഷനും ഒക്കെ നമ്മൾ ജീവിച്ച ഒരു സാഹചര്യങ്ങളാണ്. അതിനെപ്പറ്റി ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ സാഹചര്യങ്ങൾ, അയൽപക്കങ്ങളൊക്കെ നമ്മുടെ എന്താ പറയാ വിറ്റ്നസ് ആയിരുന്നു, ടെസ്റ്റിമണി ആയിരുന്നു, സാക്ഷ്യങ്ങളാണ്. അപ്പം അത് എന്നെ പഠനത്തിൽ അങ്ങനെ ഞാൻ ഒരു 300 കുട്ടികളുടെ ഇടയിൽ ഒരു എക്സ്പീരിയൻസ് സർവേ നടത്തിയപ്പോഴും ഞാൻ കണ്ടത് ഒരു 90% പേരും ഈ ഒരു മറ്റൊരു മതത്തിലുള്ള ആൾക്കാരുമായിട്ട് സംവാദിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകാൻ തന്നെ പേടിയുള്ളവരായിട്ടാണ് ഞാൻ കണ്ടത്. അതിന് പല കാരണങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. മെയിനായിട്ട് വാർത്താമാധ്യമങ്ങളിൽ വരുന്ന മതത്തെ പറ്റിയുള്ള പലതരത്തിലുള്ള എന്താ പറയാ തെറ്റായ രീതിയിലുള്ള വിശകലനങ്ങൾ നടത്തുന്നത്. അപ്പം അങ്ങനെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിനാണ് ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്.